നടുവേദന, ജോയിന്റ് പെയിൻ, മസിൽ സ്റ്റിഫ്നെസ് ഉള്ള ആൾക്കാരിൽ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് മാറാൻ നിങ്ങൾ സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എപ്പോഴാണ് ഇത് എടുക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. കാൽഷ്യം നമ്മളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ എത്രത്തോളം ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഓട്ടോമാറ്റിക് കാൽഷ്യം അബ്സോർപ്ഷൻ കുറയുകയും എല്ലുകൾക്കൊക്കെ വീക്ക്നെസ് വരാനും അതുവഴി പെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളിബിൾ വിറ്റമിൻ ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ നല്ല ഫാറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് എന്തെങ്കിലും കഴിച്ചിരിക്കണം. ഈ ഹെൽത്തി ഫാറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് അവക്കാഡോ, ഒലിവ് ഓയിൽ, നട്ട്സ്, നെയ്യ് ഏറ്റവും നല്ലൊരു സോഴ്സ് ആണ്. അതുപോലെ മുട്ട, മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മത്തി അയിലയും പൊരിച്ചതല്ല കേട്ടോ, കറി വെച്ചിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റീം ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ അധികം സ്പൈസ് ഇല്ലാണ്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. പിന്നെ പാലുൽപ്പന്നങ്ങളും പനീർ, ചീസ്, ബട്ടർ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിനോട് ഉൾപ്പെടുത്തി അതിനുശേഷം വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ചെയ്യാൻ കൂടുതൽ സഹായിക്കുക. ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്നത് എപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ആരും പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ രാത്രിയാണ് കഴിക്കുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ജനറൽ ഒരു പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ ഓരോ 4 കിലോമീറ്റർ കൂടുമ്പോഴും പുതിയ പുതിയ ക്ലിനിക്കുകൾ വരുന്നു, ബ്ലഡ് ടെസ്റ്റിനുള്ള ലാബുകൾ വരുന്നു. അപ്പൊ എല്ലാവരും വേദനയുള്ള ആൾക്കാർ എന്നാൽ വൈറ്റമിൻ D3 നോക്കിക്കളയാം എന്ന് പറയുന്നു. നമ്മൾ പോയി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് അടുത്തുള്ള ഫാർമസിയിൽ ഓവർ ദ കൗണ്ടറിൽ നമ്മൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ്സ് മേടിച്ച് കഴിക്കുന്നു. ഇത് കഴിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും അതിനുശേഷം ആ ബ്ലഡ് ടെസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുള്ളൂ. ഇങ്ങനെ ഇന്ത്യ പോലത്തെ ഇത്രയും വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലത്തും എന്തുകൊണ്ട് വൈറ്റമിൻ D3യുടെ കുറവ് കാണുന്നു എന്നൊരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ടാവും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ആദ്യം ഇത് സ്കിന്നിലൂടെ അബ്സോർബ് ആയി അതിനുശേഷം ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത് ലിവറും അതിനുശേഷം കിഡ്നിയാണ്. അപ്പോൾ അവിടുത്തെ മെറ്റബോളിസം കറക്റ്റ് അല്ല എങ്കിലും ഈ പറയുന്ന പോലെ വൈറ്റമിൻ ഡി നമ്മുടെ ബോഡിയിൽ കുറവായിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ നടുവേദനയും നിങ്ങളുടെ ദഹന വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. അതുപോലെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എടുക്കുന്ന നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും.